Hi dears and welcome to a new video. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ 2021 ഡിഗ്രി അഡ്മിഷന്റെ തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തേർഡ് അലോട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് കാണാം. അഡ്മിഷൻ ലഭിച്ചവർക്കും ലഭിക്കാത്തവർക്കും ഇനി ലഭിച്ചിട്ട് നിങ്ങൾ ആ ഓപ്ഷനിൽ ഹാപ്പി അല്ല എങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെർമനന്റ് ടെമ്പററി എന്നിങ്ങനെ രണ്ട് അഡ്മിഷൻസ് ഇല്ല ഇപ്പം. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അലോട്ട്മെന്റ് പോലെയല്ല തേർഡ് അലോട്ട്മെന്റിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അധികം നീട്ടാതെ നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. അപ്പം admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം UG CAP 2021 തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ്ഡ്. അപ്പോൾ ക്ലിക്ക് ഓൺ ടു UG CAP 2021 തേർഡ് അലോട്ട്മെന്റ്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് സ്റ്റുഡൻറ് ലോഗിൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഈ അലോട്ട്മെന്റ് ലഭിച്ചവരും അല്ലാത്തവരും ഒക്കെ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് പറയാം. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ റിലീസ് ചെയ്തിട്ടുള്ള പ്രസ് റിലീസാണ്. സോ തേർഡ് അലോട്ട്മെന്റ് ലഭിച്ചവരൊക്കെ തന്നെ ആദ്യമായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്നത് തേർഡ് അലോട്ട്മെന്റിലാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മാൻഡേറ്ററി ഫീ അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കാനുള്ള ഫീസാണ് ഈ മാൻഡേറ്ററി ഫീ. അപ്പോൾ അത് നിങ്ങൾ അടയ്ക്കുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ മാൻഡേറ്ററി ഫീ അടയ്ക്കാനും അലോട്ട്മെന്റ് എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് ടൈം തന്നിട്ടുള്ളത് 30/9/2021 സെപ്റ്റംബർ 30 വരെയാണ് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ എടുക്കാനുള്ള സമയം തന്നിട്ടുള്ളത്, അന്ന് വൈകിട്ട് 3 മണി വരെ. അപ്പോൾ ഈ തേർഡ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോലെയല്ല, ഈ ടൈം തേർഡ് അലോട്ട്മെന്റിൽ ടെമ്പററി അഡ്മിഷൻ എന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ എല്ലാവരും തന്നെ ഏത് അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെന്റിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ തേർഡ് അലോട്ട്മെന്റിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പുറത്തായി പോകും. അപ്പോൾ എന്ത് ചെയ്യുക, തേർഡ് അലോട്ട്മെന്റ് കിട്ടിയ എല്ലാവരും തന്നെ പെർമനന്റ് അഡ്മിഷൻ എടുക്കാം. ഇനി നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ കോളേജ് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ കോഴ്സ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിലേക്ക് മൂവ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വീഡിയോ പോകുന്നതോറും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ആദ്യം പറയേണ്ട ഇത് തന്നെ, മാൻഡേറ്ററി ഫീ അടയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അലോട്ട്മെന്റ് ഏതെങ്കിലും ഒരു അലോട്ട്മെന്റിൽ നിങ്ങൾ മാൻഡേറ്ററി ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അടയ്ക്കേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം മാത്രം മാൻഡേറ്ററി ഫീ അടച്ചാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ ഒക്കെ എടുക്കാനുള്ള ഡേറ്റ് 23/9/2021 മുതൽ 30/9/2021 വരെയാണ്. അപ്പോൾ സെപ്റ്റംബർ 23 മുതൽ 30 വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ കോളേജിനെ ഒന്ന് ബന്ധപ്പെടുക. അപ്പോൾ ഡീറ്റെയിൽസ് കോളേജിലേക്ക് നിങ്ങൾ വിളിച്ച് ചോദിക്കുക, എന്തൊക്കെയാണ് നിങ്ങൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കോളേജിൽ വിളിച്ച് അന്വേഷിക്കുക. പിന്നെ വരുന്നത് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 5th ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ആ കോളേജിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഓക്കെ എനിക്ക് ഈ കോളേജ് മതി, വീടിൻ്റെ അടുത്തുള്ള കോളേജാണ്, ഇഷ്ടപ്പെട്ട കോഴ്സാണ്, അങ്ങനെയൊക്കെയാണ് എങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായി, ഇനി ആ ഒരു ഓപ്ഷൻ തന്നെ, ആ 5th ഓപ്ഷൻ ആയിരിക്കും നിങ്ങളുടെ പെർമനൻ്റ് ആയിട്ട് നിങ്ങൾ ചേരുന്ന കോളേജ് അല്ലെങ്കിൽ കോഴ്സ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ ഹാപ്പി അല്ല, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് അല്ല, അങ്ങനെ എന്തെങ്കിലും റീസൺ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹയർ ഓപ്ഷൻസ് നിലനിർത്തുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ഈ പ്രാവശ്യം തേർഡ് അലോട്ട്മെന്റിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ എന്നുള്ളത് ഈ ഒരു രീതിയിലാണ് നടക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഏത് ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിലും നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. പെർമനന്റ് അഡ്മിഷൻ എടുത്തതിന് ശേഷം ഹയർ ഓപ്ഷൻസ് നിലനിർത്തുകയാണെങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസിലേക്ക് മൂവ് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഓപ്ഷനിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം. ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എന്തായാലും അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾ ഈ അലോട്ട്മെന്റ് മാറിയേക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ചിലർക്കൊക്കെ സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും സെയിം കോളേജ് സെയിം കോഴ്സ് കിട്ടിയവരുണ്ടാവും. അങ്ങനെയുള്ളവരും പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക തേർഡ് അലോട്ട്മെന്റിൽ, അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഔട്ടായിട്ട് പോകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അലോട്ട്മെന്റ് എടുക്കുക. അപ്പം ഇനിയും ഫെർദർ അലോട്ട്മെന്റ്സ് വേക്കൻസി അനുസരിച്ച് ഫെർദർ അലോട്ട്മെന്റ്സ് ഉണ്ടാവും. ഇനി അലോട്ട്മെന്റ് കിട്ടാത്തവർ വിഷമിക്കേണ്ട, കുറേ അലോട്ട്മെന്റ്സും പിന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റ്, സ്പെഷ്യൽ അലോട്ട്മെന്റ്, അങ്ങനെ ഒരുപാട് അലോട്ട്മെന്റ്സ് ഉണ്ടാവും. അതുകൊണ്ട് അലോട്ട്മെന്റ് ലഭിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. വേക്കൻസി അനുസരിച്ച് എത്ര അലോട്ട്മെന്റ്സ് വേണമെങ്കിലും യൂണിവേഴ്സിറ്റി ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക.
So see you in the next video. Till then, take care. Thank you.